ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി കൂടുതൽ ഇന്ത്യക്കാരെ ഇറാനിൽ നിന്നും ഇസ്രയേലിൽ നിന്നും മടക്കിയെത്തിക്കുന്ന നടപടി തുടരുന്നു. ഇറാനിൽ നിന്ന് 1117 ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ഇസ്രയേലിൽ നിന്ന് ജോർദാനിലേക്ക് സുരക്ഷിതമായി ഒഴിപ്പിച്ച ഇന്ത്യക്കാരെ അമാൻ വഴി മുംബൈയിൽ എത്തിക്കും. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് മറ്റു വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. അച്യുതൻ, ഗുഡ് മോർണിംഗ്. കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇറാൻ ഇസ്രായേൽ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഇറാനിൽ നിന്ന് മുഴുവൻ ഇന്ത്യൻ പൗരന്മാരെയും ഒഴിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ മറ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ മഷ്ഹാദിൽ നിന്ന് 3 വിമാനങ്ങളാണ് ഡൽഹിയിൽ എത്തിയത്. ഇന്നലെ 2 വിമാനങ്ങൾ എത്തിയത്. ഇന്നലെ രാത്രിയോടുകൂടി വന്ന വിമാനത്തിൽ ഏതാണ്ട് 280 ഇന്ത്യൻ പൗരന്മാരാണ് ഉണ്ടായിരുന്നത്. ഇതുവരെ എത്തിയ ഇന്ത്യൻ പൗരന്മാരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണ്. അതിൽ കൂടുതൽ പേരും ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഒരു മലയാളി ഇന്നലെ ഡൽഹിയിൽ എത്തിയിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി മഷ്ഹാദിൽ നിന്നെത്തിയ വിമാനത്തിൽ ഒരു മലയാളി, മലപ്പുറം സ്വദേശിനിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ തുർക്ക്മെനിസ്ഥാൻ വഴിയും ഉള്ള ഒഴിപ്പിക്കൽ നടക്കുന്നുണ്ട്. അതായത് നിലവിൽ ഇറാന്റെ അതിർത്തിയോട് ചേർന്നിട്ടുള്ള തുർക്ക്മെനിസ്ഥാൻ, അതുപോലെ അർമേനിയ, ഈ 2 രാജ്യങ്ങൾ വഴിയും ഇവാക്യുവേഷൻ, അതായത് ഒഴിപ്പിക്കുന്ന നടപടികൾക്ക് ഈ 2 രാജ്യങ്ങളുടെ സഹായം ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട്. മറുവശത്ത് ഇസ്രായേലിനോട് ചേർന്നിട്ടുള്ള ജോർദാൻ, ഈജിപ്റ്റ്, ഈ 2 രാജ്യങ്ങളുടെയും ഈ ഒരു പിന്തുണ ഈ ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ജോർദാനിലും ഏതാണ്ട് 100ഓളം പേരെ ഒഴിപ്പിച്ചു എന്നുള്ള വിവരമാണ്. അതായത് ഇസ്രായേലിൽ നിന്ന് ജോർദാനിലേക്ക് 100ഓളം പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അവരെ ഉടൻ തന്നെ അമാൻ വഴി മുംബൈയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. റോയൽ ജോർദാനിയൻ എയർലൈൻസിന്റെ സഹായത്തോടു കൂടിയായിരിക്കും അവരെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരിക. ഒപ്പം ഇന്ത്യ ദൗത്യത്തിന്റെ ഭാഗമായി നേപ്പാളി പൗരന്മാരെയും അതുപോലെ തന്നെ ശ്രീലങ്കയുടെ പൗരന്മാരെയും കൊണ്ടുവരുന്നുണ്ട്. അത് 2 രാജ്യങ്ങളുടെയും അഭ്യർത്ഥന കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ ശ്രീലങ്കയുടെയും അതുപോലെ തന്നെ നേപ്പാളിൻ്റെ പൗരന്മാരെ കൂടി കൊണ്ടുവരുന്നത്. ഇതിൽ 2 രാജ്യങ്ങളും ഇന്ത്യയോട് നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ 1117 പേരെ രാജ്യത്ത് മടക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. സാഹചര്യങ്ങൾ പൊതുവെ വഷളാകുന്നത് കൊണ്ടാണ് ഈ ഇറാനിൽ നിന്ന് ഇന്ത്യയുടെ മുഴുവൻ പൗരന്മാരോടും വിവരങ്ങൾ നൽകിയത്.